നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ്. ഈ പറഞ്ഞ ഇടവക്കാരനാണ്. എൻ്റെ ജോലി മേസ്ത്രി പണിയാണ്. കഴിഞ്ഞ 2010 ഡിസംബർ മാസം ഇവിടെ വെച്ച് നടന്ന അഭിഷേകത്തിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തു. 2-ാം ദിവസം ആരാധനാ സമയത്ത് ദൈവം എന്നെ സ്പർശിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ജോലി ചെയ്തിരുന്ന സമയം, മേസ്ത്രി പണി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സ്വല്പം മദ്യം കഴിക്കുമായിരുന്നു. കല്ലിടുമ്പോഴും കട്ടള വയ്ക്കുമ്പോഴും അതൊന്നും ആവശ്യമില്ലാത്ത ഓരോ ദുർസ്വഭാവങ്ങളാണ്. കല്ലിടുമ്പോഴും കട്ടള വെക്കുമ്പോഴൊക്കെ ഒരു കാരണവശാലും തൊടാൻ പാടില്ലാത്ത സംഗതിയാണ് മദ്യം. അത് ഒരു ദുർസ്വഭാവത്തിന് അടിമപ്പെട്ട് ചെയ്തു പോയതാണ്. എന്നിട്ടോ അതിങ്ങനെ ഒരു 10-20 വർഷമായിട്ട് അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമായിരുന്നു. ലോകപ്രകാരം ഒരു രീതിയാണ് അതിങ്ങനെ ചുമ്മാ ഓരോ സമയത്ത് കുടിക്കുക. ആ കൺവെൻഷനിൽ ദൈവം എനിക്ക് ആ മദ്യപാനത്തിന് പൂർണ്ണമായി വിടുതൽ നൽകി അനുഗ്രഹിച്ചു. 2010 ആണ്ടിലെ ഭരണജ്ഞാന അഭിഷേകാഗ്നി കൺവെൻഷനിൽ വെച്ചിട്ട് ആ ഒരു തിന്മ ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോയി. പിന്നെ അതിനുശേഷം പിന്നെ മദ്യപാനം അങ്ങനെയൊന്നും ഇല്ല. അതിനുശേഷം കർത്താവ് വലിയ കൃപ നൽകി അനുഗ്രഹിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കാണാനുള്ള കൃപ നൽകി. വിശ്വാസത്തിന്റെയും വിശുദ്ധിയിലെയും കൃപ ഈശോയെ സ്വീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക്, ആ ഒരു തിന്മ അങ്ങോട്ട് ഒഴിഞ്ഞു പോയി. വിശുദ്ധി കർത്താവ് നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാനും ദേവാലയത്തിലേക്ക് പോകാനും ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കാനും അഭിഷേകം തുറന്നു കൊടുത്ത് കർത്താവ് കൊണ്ട് അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ അതെല്ലാം സമൂഹത്തിന് മുഴുവൻ തുറന്നു പറയാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു കൃപയാണത്. ദൈവത്തിൻ്റെ സമൂഹത്തിൽ ഇത് പറയുമ്പോൾ ഇതേപോലെ ഓരോ തരത്തിലുള്ള ദുർസ്വഭാവത്തിരിക്കുന്ന നിരവധി വ്യക്തികളെ കർത്താവ് രക്ഷിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനത്തിലെ 20-ാം തിരുലിഖിതം, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങൾ സുഖമാക്കി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 51-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ, തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് ഇതിൻ്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ വചനത്തിൻ്റെ അത്ഭുത ശക്തി, അങ്ങയുടെ വചനത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. അവിടുന്ന് വർഷിക്കണമേ. യേശുവേ,
യേശുവേ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ. ഓ പിതാവായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ വർഷിക്കണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ ഉയർത്താൻ വേണ്ടി ഈ സമൂഹങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ക്ഷീണങ്ങൾ മാറട്ടെ. ഓ അത്ഭുത ശക്തി, ഓ മഹാശക്തി, ഓ ഉന്നത ശക്തി. ഹല 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 ഹല. യേശുവേ, യേശുവേ. അങ്ങയുടെ നാമം നിറയട്ടെ, അങ്ങയുടെ വചനം നിറയട്ടെ, അങ്ങയുടെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ. ഓരോ മക്കളുടെ മേലും ഓരോ കുടുംബത്തിന് മേലും കൃപകൾ നിറയട്ടെ കർത്താവേ. സമാധാനം നഷ്ടപ്പെട്ട ഹൃദയങ്ങളിൽ സന്തോഷം നിറയട്ടെ കർത്താവേ. സ്വസ്ഥത നഷ്ടപ്പെട്ട ഹൃദയങ്ങളിലേക്ക് സമാധാനം നിറയട്ടെ. സ്നേഹം നഷ്ടപ്പെട്ട ഹൃദയങ്ങളിലേക്ക് സ്നേഹം നിറയട്ടെ. വിശുദ്ധി നഷ്ടപ്പെട്ട ജീവിതങ്ങളിലേക്ക് വിശുദ്ധി നിറയട്ടെ. പ്രാർത്ഥന നഷ്ടപ്പെട്ട ജീവിതങ്ങളിലേക്ക് പ്രാർത്ഥന നിറയട്ടെ. ക്ഷമ നഷ്ടപ്പെട്ട ഹൃദയങ്ങളിലേക്ക് ക്ഷമ നിറയട്ടെ. വചനം നഷ്ടപ്പെട്ട ഹൃദയങ്ങളിലേക്ക് വചനം നിറയട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ട ഹൃദയങ്ങൾക്ക് വിശ്വാസം നിറയട്ടെ. ഓരോ മകനും മകൾ ഉണരട്ടെ. എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ. അഭിഷേകം നിറയട്ടെ. ശക്തി നിറയട്ടെ. ദുർചിന്തകൾ വിട്ടുപോകട്ടെ. ദുർഭാവനകൾ വിട്ടുപോകട്ടെ. പാപാധിപത്യങ്ങൾ തകരട്ടെ. കൃപ നിറയട്ടെ. ദൈവകൃപ നിറയട്ടെ. സന്തോഷം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് ശാന്തമായി സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കപ്പെടണം എന്നതിനെക്കുറിച്ചാണ്. ദൈവവചനം പ്രസംഗിക്കപ്പെടണം. സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ജെറമിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 23-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതം, എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ വിശ്വസ്തയോടെ അത് പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പിനും തമ്മിൽ എന്തു പൊരുത്തം? കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമുള്ള സ്വർഗരാജ്യത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കപ്പെടണം. ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്നു. അപ്പോൾ അച്ഛന് ഒരു ലെറ്റർ ലഭിച്ചിരിക്കുകയാണ്. വിദേശ രാജ്യത്തുള്ളൊരു യുവാവാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. ആ ലെറ്ററിൽ അത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ ധ്യാനത്തിന് വരുന്നത് വരെ അട്ടർ ഡാർക്ക്നെസ്സിലായിരുന്നു. ഐ വാസ് ഇൻ അട്ടർ ഡാർക്ക്നെസ്. എൻ്റെ ഹൃദയം ഒരു വേസ്റ്റ് കുഴിയായിരുന്നു. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിന്ന്
ഓടി ഇറങ്ങിപ്പോകുന്ന വിധം മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ മനസ്സ് സമാധാനമില്ലാത്ത ഒരു തീച്ചോള പോലെയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം വിവരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ധ്യാന ദിവസങ്ങളിൽ ദൈവവചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നിറങ്ങി. വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ കാതുകളിലും കണ്ണുകളിലും ബുദ്ധിയിലും ചിന്തയിലും ഹൃദയത്തിലും ദൈവവചനം അങ്ങോട്ട് നിറഞ്ഞു. വീണ്ടുണങ്ങിയ വരണ്ട വയലുകളിലേക്ക്, പൊട്ടിക്കീറക്കിടക്കുന്ന വയലുകളിലേക്ക് അങ്ങോട്ട് പേമാരി പെയ്ത് വെള്ളം കൊണ്ട് അങ്ങോട്ട് കുതിരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകമാനം വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം പറയുകയാണ്, ഇന്ന് ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അദ്ദേഹം പറയുകയാണ്, ആ ധ്യാനം ഞാൻ കൂടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിക്കുമായിരുന്നു. കാരണം ഇവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇവന് നന്നായിട്ട് അറിയാം. ഇവന് തന്നെ അറിയാം, എൻ്റെ ഈ സ്വഭാവം കൊണ്ട് എൻ്റെ അമ്മ ദുഃഖിക്കുകയാണ്, എൻ്റെ ഈ സ്വഭാവം കൊണ്ട് എൻ്റെ അമ്മ കരയുകയാണ്. അവൻ ആ യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ട് പറയുകയാണ്, ഞാൻ ആ ധ്യാനം കൂടി ജീവിതത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചില്ലായിരുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. അതുപോലെ തലതെറിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ആ ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു. ആ ധ്യാനത്തോടനുബന്ധിച്ച് ആ വചനം പ്രസംഗിക്കാൻ പോകാൻ ഒരുപാട് തടസ്സം, പോകണ്ടെന്ന് എനിക്ക് തോന്നുക. പല സമയത്ത് അങ്ങനെ തടസ്സം തോന്നുക, പ്രസംഗിക്കണം തോന്നുക. വചനം പ്രസംഗിച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുക. ഒരുപാട് എതിർ ചിന്തകൾ പിശാച് തലയിലേക്കിട്ട് പീഡിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ വിചാരിക്കുന്നത് എന്നെപ്പോലെ മറ്റനേകം സുവിശേഷ ശുശ്രൂഷകർക്കും ഇതേപോലെ തടസ്സങ്ങൾ ഒരുപക്ഷെ നേരിടാം. പോകണ്ട, സുവിശേഷം പ്രസംഗിക്കേണ്ട, സുവിശേഷം പ്രസംഗിച്ചിട്ട് എന്താ കാര്യം, സുവിശേഷം പ്രസംഗിച്ച് ആരാ മാനസാന്തരപ്പെടുന്നത്, ആരാ കേൾക്കുന്നത്, എങ്ങനെയൊക്കെ ചിന്തിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അതിനെ ഈ ഒരു അനുഭവം ആ യുവാവ് എഴുതി അറിയിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക ഉൾക്കാഴ്ച കർത്താവ് അങ്ങോട്ട് വിതയ്ക്കാൻ തുടങ്ങി. കർത്താവ് ഒരു ദീപം അവിടെ കൊളുത്തി വെച്ചു. കർത്താവ് പറഞ്ഞു, ആ വചനപ്രസംഗം നടന്നില്ലായിരുന്നെങ്കിൽ ഈ ആത്മാവ് ദൈവത്തെ അറിയാതെ പോകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാലായിൽ നിന്നുള്ള ഒരു മകൻ, ആ മകൻ്റെ അനുഭവം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആ മകൻ പറയുകയാണ്, 2010 ഭരണങ്ങാനത്ത് നടന്ന വചന പ്രഘോഷണ ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കുചേർന്നു. അന്ന് വരെ അദ്ദേഹത്തിന് വർഷങ്ങളായി ഒരു അടിമത്തം, മദ്യപാനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളും തിന്മയായിട്ട് തോന്നാത്ത സ്ഥിതി. എന്നാൽ ആ വചന പ്രഘോഷണ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കുചേർന്നു. ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഉണർത്തി. അദ്ദേഹത്തിൻ്റെ പാപസ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയെന്ന് മാത്രമല്ല, അദ്ദേഹം ഡെയിലി ദേവാലയത്തിലേക്ക് പോവുകയും ബലി അർപ്പിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അങ്ങനെ ദൈവഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ഒരു മനുഷ്യനായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം രൂപാന്തരപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഇത് സ്വർഗം ഇറങ്ങി വന്ന് ഇടപെട്ടതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു വ്യതിയാനമാണ്, ഒരു വ്യത്യാസമാണ്. ഭാര്യ എത്രയോ നാളുകൾ പറഞ്ഞു കാണും, മക്കൾ എത്രയോ നാളുകൾ ആ അപ്പച്ചനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കാണും, കുടുംബാംഗങ്ങളും ബന്ധുക്കളും അമ്മയും അപ്പനൊക്കെ പലരും എത്രയോ നാളുകൾ ഇടപെട്ട് സംസാരിച്ചു കാണും. എന്നാൽ ആ ചേട്ടൻ തന്നെ എത്രയോ നാളുകൾ ആഗ്രഹിച്ചു കാണും. എന്നാൽ ആർക്കും മാറ്റാൻ പറ്റാതിരുന്നത്, ഒരു സംസാരം കൊണ്ട് നീക്കാൻ പറ്റാതിരുന്നത്, ഇതാ ദൈവവചനം കേട്ടപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അത് മാഞ്ഞുപോയി. അത് കഴുകപ്പെട്ടു, ഹൃദയം കഴുകപ്പെട്ടു, ആത്മാവ് കഴുകപ്പെട്ടു. നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക്, യേശുക്രിസ്തുവിനെ കർത്താവ് നാഥനുമായി സ്വീകരിക്കുന്ന അനുഭവത്തിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക്, ദൈവഭക്തിയുടെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം സാവധാനം മാറ്റപ്പെടുകയാണ്. ദൈവമാണ് അത് ചെയ്തത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ദൈവം ഇടപെടാൻ വേണ്ടി, ദൈവത്തിൻ്റെ ശക്തി കുടുംബങ്ങളിലേക്ക് നിറയ്ക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നിറച്ച് നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം ആവശ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു കാര്യമാണ് വചനം പ്രസംഗിക്കപ്പെടണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ബോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. വിശ്വസിക്കുന്നവരെ
സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. നമ്മുടെ ദുശീലങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന്, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഒരാൾക്കും പരിഹാരം തരാൻ പറ്റാത്ത 100,000 തരത്തിലുള്ള സങ്കീർണ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളെ രക്ഷിക്കുക, സ്വർഗത്തിന് യോഗ്യമാക്കുക, നിത്യജീവനിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി ദൈവം വിശുദ്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സുവിശേഷ പ്രസംഗം വഴി അവരെ രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളിൽ നോക്കുക, പ്രവാചകന്മാരെ വിളിച്ച കാലം തൊട്ട് എല്ലാ പ്രവാചകന്മാരിലും ചെയ്തിരിക്കുന്നത് അവിടുന്ന് അവർക്ക് വചനം കൊടുത്തു, അവർ വചനം പ്രസംഗിക്കുന്നവരായി. സ്നാപക യോഹന്നാൻ വന്നു, സ്നാപക യോഹന്നാനും അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഈ വിധത്തിലുള്ള നിരവധി ഉത്ബോധനങ്ങളിലൂടെ അവൻ ദൈവരാജ്യത്തിന് വേണ്ടി, അവൻ വരാനിരിക്കുന്ന മിശിഹായ്ക്ക് വേണ്ടി ജനങ്ങളെ ഒരുക്കിയെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത്, യേശുവിൻ്റെ സമയത്തിൽ, പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞാൽ സിംഹഭാഗ സമയവും യേശു വചനങ്ങൾ പ്രഘോഷിച്ചും പ്രബോധനങ്ങൾ നൽകിയും വരുന്നു. സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വലിയ പുരുഷാരങ്ങൾ അവൻ്റെ അരികിലേക്ക് വന്നു, വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അരികിലേക്ക് വന്നു. അവൻ ഒരു നൗകയിൽ കയറി അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ മലമുകളിലേക്ക് കയറി ഇരുന്നു, ജനക്കൂട്ടങ്ങൾ അവൻ്റെ അരികിലേക്ക് വന്നു, അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ യേശുവിൻ്റെ പരസ്യജീവിത കാലത്ത് യേശു മുഖ്യമായും വ്യാപരിച്ചിരുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു വചനപ്രസംഗം, സുവിശേഷ പ്രസംഗം. നമ്മൾ വിചാരിക്കുന്നത് പോലെ സുവിശേഷ പ്രസംഗം ഒരു വിലകെട്ട ഏർപ്പാടല്ല. നിരവധി വ്യക്തികൾ സുവിശേഷ പ്രസംഗത്തെക്കുറിച്ച് മനസ്സിൽ മതിപ്പില്ലാതെ ഇരിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്ക് പുച്ഛം തോന്നുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളോടും, എല്ലാ ക്രിസ്തീയ സഭകളോടും, എല്ലാ ക്രിസ്തീയ മക്കളോടും ദൈവം സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ്, ദൈവവചന പ്രസംഗത്തെ, സുവിശേഷ പ്രസംഗത്തെ ആദരിക്കണം, ഹൃദയം കൊണ്ട് സ്നേഹിക്കണം, അത് കേൾക്കണം, വിശ്വസിക്കണം, എന്നിട്ട് ദൈവത്തെ ആരാധിക്കണം. യേശു ഈ ലോകത്ത് നിന്ന് വേർപെട്ടപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ അരികിലേക്ക് വിളിച്ച് സ്വർഗാരോഹണത്തിന് മുമ്പ് അവർക്ക് കൊടുത്ത ഏറ്റവും മുഖ്യമായ ദൗത്യവും അവരുടെ ജീവിതം അർപ്പിക്കാൻ വേണ്ടി യേശു അവരെ ആഹ്വാനം ചെയ്തത് എന്തിനു വേണ്ടിയാ? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ പ്രസംഗം കേൾക്കണം, കേട്ടാൽ മാത്രം പോരാ, വിശ്വസിക്കണം. വിശ്വസിച്ച് അനന്തര നടപടികൾ സ്വീകരിച്ച് യേശുവിനെ രക്ഷിതാവും നാഥനുമായി ആരാധിക്കണം. വചനം പഠിപ്പിക്കുകയാണ്, മർക്കോസ് 16-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലാ സ്ഥലത്തും പോകണം, എല്ലാ രാജ്യങ്ങളിലേക്കും പോകണം, എല്ലാ ജനപദങ്ങളിലേക്കും പോകണം, എല്ലാ പ്രായക്കാരിലേക്ക് പോകണം, രോഗികളുടെ അടുത്തേക്ക് പോകണം, കുട്ടികളുടെ അടുത്തേക്ക് പോകണം, യുവതിവാക്കന്മാരുടെ അടുത്തേക്ക് പോകണം, കുടുംബങ്ങളിലേക്ക് പോകണം, വില്ലേജുകളിലേക്ക് പോകണം, പട്ടണങ്ങളിലേക്ക് പോകണം, പർവ്വതങ്ങളിലേക്ക് പോകണം. എല്ലായിടത്തും പോയി നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. സുവിശേഷം കേട്ട് അത് വിശ്വസിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല. കേൾക്കണം, സുവിശേഷം കേട്ട് അത് വിശ്വസിക്കണം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ശിക്ഷ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു പാപകൃത്യമാണ് സുവിശേഷം കേൾക്കാതിരിക്കുക, കേട്ടിട്ട് വിശ്വസിക്കാതിരിക്കുക, വിശ്വസിച്ചിട്ട് യേശുവിനെ ആരാധിക്കാതിരിക്കുക. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശുദ്ധ സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കൊറാസീൻ നിനക്ക് ദുരിതം, ബെസൈദ നിനക്ക് ദുരിതം. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടയറിലും സീതോണിലുമാണ് സംഭവിച്ചിരുന്നെങ്കിൽ അവ 7 പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ നിനവേക്കാർ നിന്നെ കുറ്റം വിധിക്കുമെന്ന് യേശു
താൻ വളരെയധികം സുവിശേഷം പ്രസംഗിച്ച കൊറാസീൻ, ബത്സയിദ നഗരങ്ങളോട് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷം കേൾക്കണം, അത് വിശ്വസിക്കണം, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ഇത് സ്വർഗത്തിന്റെ കൽപ്പനയാണ്. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഓരോ കുടുംബങ്ങളും അതിന് ചെവി കൊടുക്കണം. ഓരോ മകനും മകളും അതിന് ചെവി കൊടുക്കണം. നിങ്ങൾ സുവിശേഷ പ്രസംഗ സമയത്ത് മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെക്കണം. എന്നിട്ട് സുവിശേഷ പ്രസംഗം കേൾക്കാൻ വാർഷിക ധ്യാന ദിവസങ്ങളിൽ ഇടവക ദേവാലയങ്ങളിലേക്ക് പോകണം. അല്ലെങ്കിൽ വചന പ്രഘോഷണം നിങ്ങൾ അടുത്ത് വരുമ്പോൾ ആ ഇടങ്ങളിലേക്ക് പോകണം, പള്ളികളിലേക്ക് പോകണം, അൽത്താരയുടെ അടുത്തേക്ക് ചെല്ലണം. അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ചാനലുകൾ അത് നമ്മളെ കുടുംബത്തിലേക്ക് വെൽക്കം ചെയ്യണം. ഈ കാലഘട്ടത്തിൽ ഷാലോം ചാനലും ഡിവൈൻ ധ്യാന കേന്ദ്ര നേതൃത്വമുള്ള ഗുഡ്നസ് ചാനലും വളരെ വലിയ ദൈവരാജ്യ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം അംഗീകരിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്ന, സ്വർഗം കൈയടിക്കുന്ന വളരെ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് ഷാലോം ടീമംഗങ്ങളും അതുപോലെ ഡിവൈൻ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള ഗുഡ്നസ് TV ടീമംഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം പ്രസംഗിക്കപ്പെടാൻ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 14-ാം ലിഖിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. Praise the Lord. ഇത് യേശുവിൻ്റെ ഹൃദയത്തിൽ യേശു താലോലിച്ചിരുന്ന ഒരു സ്വപ്നമാണ്, ഒരാഗ്രഹമാണ്. ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെടണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 14-ാമത് തിരുലിഖിതത്തിലാണ് നാം അത് വായിക്കുന്നത്. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. എല്ലാ ജനതകളെ സാക്ഷ്യത്തിനായി ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. ഈ നിമിഷങ്ങളിൽ നമുക്ക് ചാടി എഴുന്നേൽക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സുവിശേഷ പ്രസംഗം കേൾക്കാൻ ഒരു അമാന്തം വന്നിട്ടുണ്ടോ? ഒരു ഉത്സാഹക്കുറവ്, മറ്റുള്ളവരെ സുവിശേഷം കേൾപ്പിക്കാൻ ഒരു മന്ദത, ഒരു താല്പര്യമില്ലായ്മ, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നവർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ഒരു മടി എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരുത്തണം. എല്ലാ പ്രവാചകന്മാരെയും ദൈവം അതിനുവേണ്ടി വിളിച്ചു. സ്നാപയോഹന്നാൻ തീഷ്ണതയോടെ ചെയ്തു. യേശുവിൻ്റെ ജീവിതത്തിൽ സിംഹഭാഗ സമയവും യേശു സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. യേശു തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം സ്ലീഹന്മാരെ ഏൽപ്പിച്ചു. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. സ്ലീഹന്മാർ അവരുടെ സമയം മുഴുവനും സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ മടി തോന്നുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വിരസത തോന്നുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ഒരു തട്ടിപ്പാണ്. മക്കളെ, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് സർവശക്തിയോടും കൂടെ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കണം. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. പ്രസംഗിക്കുന്നില്ലെങ്കിൽ എങ്ങനെ കേൾക്കും, കേൾക്കുന്നില്ല എങ്ങനെ വിശ്വസിക്കും? ലോകത്തിന് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ പ്രസംഗിക്കപ്പെടണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ സുവിശേഷ പ്രസംഗകരായി മാറട്ടെ. മടുത്തിരിക്കുന്ന സുവിശേഷ ശുശ്രൂഷകർ ഇപ്പോൾ വീണ്ടും ഉണരട്ടെ. സഭ ഉണരട്ടെ, ദേശം ഉണരട്ടെ. കരങ്ങൾ ഉയർത്തുന്നു, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷയുടെ അഭിഷേകം, ഓ തീ അഭിഷേകം, ഓ ഉണർവിന്റെ അഭിഷേകം, ഓ സ്വർഗീയ അഭിഷേകം, ഓ ആത്മാക്കളെ നേടുന്ന അഭിഷേകം, ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഭക്തിയുടെ അഭിഷേകം നിറയട്ടെ കർത്താവേ. തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ കർത്താവേ. തീ അഭിഷേകം നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. കുഞ്ഞുങ്ങൾ ഉണരട്ടെ, യുവതി വാക്കന്മാർ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുലിഖിതം. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ജനിക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച് ഉറക്കെ സ്തുതിച്ച് ആരാധിക്കുന്നു.
ഹല്ലേലൂയ 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 Hallelujah, Maranatha. Come, Lord Jesus.